നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡ് ആഗസ്റ്റ് 15-ന് പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ആഗസ്റ്റ് 11 വരെ ഇതുവഴി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പനംകുളം DMLP സ്കൂളിൽ സാരംഗി എന്ന പേരിൽ സ്കൂൾ തല ബാലകലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായിട്ടാണ് സാരംഗി ഒരുക്കിയത്. നാരായണാശ്രമ തപോവനത്തിൽ പരമപാവന ദിനമായ ഗുരുപൂർണിമ ഭക്തി നിർഭരമായി ആചരിച്ചു. പ്രത്യക്ഷപാദ പൂജയോടെയാണ് ഗുരുപൂർണിമ ആചരിച്ചത്. വാർത്തകൾ വിശദമായി. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡ് ആഗസ്റ്റ് 15-ന് പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ആഗസ്റ്റ് 11 വരെ ഇതുവഴി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. KSTP അധികൃതരാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡ് ഓഗസ്റ്റ് 15-ന് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് അറിയിച്ചത്. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ പാലക്കൽ ഭാഗത്ത് ബാക്കിയുള്ള 225 മീറ്റർ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പൂർത്തിയാകും. ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 11 വരെ ഇതുവഴി ഗതാഗത നിയന്ത്രണങ്ങൾ ജില്ലാ കലക്ടർ ഏർപ്പെടുത്തിയത്. തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ വൺ വേ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ ഭാഗം ചേർന്ന് പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരണം. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, മാള ഭാഗങ്ങളിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ പൂച്ചനിപ്പാടം, ഒല്ലൂർ വഴി തൃശൂരിലേക്ക് പോകണം. തൃപ്രയാർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുമ്പിള്ളിശ്ശേരിയിൽ നിന്ന് ചൊവ്വൂർ കപ്പേള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പെരിഞ്ചേരി പള്ളി വഴി തൃശൂരിലേക്ക് പോകാവുന്നതാണ്. കൂടാതെ പെരുമ്പിള്ളിശ്ശേരി, പൂച്ചനിപ്പാടം വഴിയും തൃശൂരിലേക്ക് പോകാം. അമ്മാടം, കോടന്നൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ താണിക്കമുനയം, നെടുപുഴ, ചിയാരം ഓവറോഡ് ബ്രിഡ്ജ് വഴി തൃശൂരിലേക്ക് പോകേണ്ടതാണ്. വഴി തിരിച്ചുവിടുന്ന റൂട്ടുകളിലെ സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും സ്വകാര്യ ബസ്സുകൾക്ക് അനുമതിയില്ല. കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും പ്രധാന വഴികളിലും ദിശാസൂചക ബോർഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ KSTP അധികൃതർ അടിയന്തരമായി സ്ഥാപിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പാലക്കൽ സെന്ററിൽ ഉൾപ്പെടെ പ്രധാന ഭാഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗപ്പെടുത്തി ഗതാഗതം സുഗമമാക്കാനും ജില്ലാ കലക്ടർ ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. പനംകുളം DMLP സ്കൂളിൽ സാരംഗി എന്ന പേരിൽ സ്കൂൾ തല ബാലകലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായിട്ടാണ് സാരംഗി ഒരുക്കിയത്. മാധ്യമപ്രവർത്തകനും ടെലിവിഷൻ അവതാരകനുമായ ജോബി ജോൺ ബാലകലോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കുട്ടിക്കുട്ടിയുടെ ശില്പി പറഞ്ഞു, ഞാനിത് നിങ്ങളുടെ കണ്ണില് ഇത് വലിയ പാറയാണ്, പക്ഷെ ഞാനിത് കുത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഒരു ശില്പം വരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ഇതുപോലെ ഓരോ ശില്പങ്ങൾ, ആ ശില്പങ്ങളെ കൊത്തിയെടുക്കുന്ന അധ്യാപകരുടെ ആ പുറകിലേക്ക് ഒന്ന് കൈയടിച്ചവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കലകൾ ആടുവാനും പാടുവാനും ചിരിക്കുവാനൊക്കെയുള്ള ആ കലകളെ പുറത്തേക്ക് കൊത്തിയെടുക്കുന്ന അധ്യാപകരാണ് ഈ പുറകിൽ നിൽക്കുന്നത്. ഇന്ന് ഈ ഒരു വേദിയിൽ ഒരു ഉദ്ഘാടകൻ എന്നതിൽ ഉപരിയായി ഞാൻ ഏറ്റവും അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചപ്പോൾ പ്രധാന അധ്യാപകയോട് ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹമാണ് ഒരു സമയത്ത് ഇതുപോലെ വേദിയിൽ നിൽക്കുമ്പോൾ മുട്ടിരിച്ചിട്ട് ഞാൻ നിൽക്കാറ്. എന്താ പറയുക, സംസാരിക്കാൻ ഭയങ്കര പേടിയായി. ആളുകളൊക്കെ കാണുമ്പോൾ പുറകിലേക്ക് മാറിപ്പോകുന്ന ഒരാളായിരുന്നു. ഇന്ന് ഒരു അവതാരകന്റെ രീതിയിൽ നിരവധി വേദികളിലൂടെ എല്ലാം കടന്നു പോകാനും പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ പഴയ കാലത്ത്, എന്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ പുറകിലിരുന്ന കുറച്ച് അധ്യാപകർ നൽകിയ പ്രോത്സാഹനമാണ്. നാളെ നിങ്ങളും ഇതുപോലെ വിജയത്തിലേക്ക് കടന്നു വരണം. പാടുന്ന ചിലപ്പോൾ വരികളൊക്കെ തെറ്റിപ്പോവും, പ്രസംഗിക്കുമ്പോൾ എന്താണോ ചിലപ്പോൾ തെറ്റിപ്പോവും, തെറ്റണം. ചിലപ്പോ തെറ്റിക്കഴിഞ്ഞാൽ തെറ്റിലാണ് നാളെ വിജയത്തിലേക്കുള്ള നമ്മുടെ ചവിട്ടുപടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. അതിനവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രൈസ് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ മടി മാറി അവരിൽ ഏതെങ്കിലും ഒരു കാര്യത്തില് പ്രത്യേകത ഉണ്ടാവും. ഓരോ കുട്ടികൾക്കും
അപ്പൊ അവരുടെ ടാലന്റ് പുറത്തെടുക്കാൻ ഇത്തരം മത്സരങ്ങളും കലാപ്രകടനങ്ങളും സഹായിക്കും. അപ്പൊ അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പാരന്റ്സ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന പല കലാകാരന്മാരും ഉയർന്ന് വന്നിട്ടുള്ളത്. സ്കൂൾ മാനേജർ എ അബ്ദുൽ ലത്തീഫ്, പ്രധാനാധ്യാപിക ഷാലി തോമസ്, PTA പ്രസിഡന്റ് KS ഷെറീന, അധ്യാപിക ജീതു ജോയ് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 4 വേദികളിലായാണ് സാരംഗി കലോത്സവം അരങ്ങേറിയത്. ലളിതഗാനം, മലയാളം കവിത, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, ദേശഭക്തിഗാനം, ഇംഗ്ലീഷ് വിഭാഗം കവിത ചൊല്ലൽ, ആക്ഷൻ സോങ്, കഥ, പ്രസംഗം, മലയാളം അഭിനയഗാനം, അറബിക് വിഭാഗം മത്സരങ്ങൾ, കൂടാതെ ഫോക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, കടങ്കഥ എന്നീ ഇനം മത്സരങ്ങളും അരങ്ങേറി. നാരായണാശ്രമ തപോവനത്തിൽ പരമപാവന ദിനമായ ഗുരുപൂർണിമ ഭക്തി നിർഭരമായി ആചരിച്ചു. പ്രത്യക്ഷപാദ പൂജയോടെയാണ് ഗുരുപൂർണിമ ആചരിച്ചത്. ബുധനാഴ്ച രാവിലെ ഭജനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗുരുപാദ പൂജയ്ക്ക് ശേഷം ബ്രഹ്മചാരിണി നമ്രതാ സ്വരൂപയ്ക്ക് മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് സന്യാസദീക്ഷയും വിമലപ്രജ്ഞ എന്ന നാമവും നൽകി. 34 വർഷത്തിനു ശേഷമാണ് അതിപവിത്രമായ ചടങ്ങ് ആശ്രമത്തിൽ നടക്കുന്നത്. ഈശ്വരനിൽ പരിപൂർണമായി ആശ്രയിച്ച് സന്യാസി തികഞ്ഞ സത്യസന്ധതയും നിർധനത്വവും വ്രതമായി സ്വീകരിച്ചു. മനസ്സും ബുദ്ധിയും സ്വീകരിക്കുന്ന കേവല ജ്ഞാനനിഷ്ഠയിൽ ഊന്നിയതാണ് സന്യാസമെന്ന് സ്വാമിജി പറഞ്ഞു. പരമ സത്യമായ ജ്ഞാനം കൈവരിക്കാനും അതിൽ നിലയുറപ്പിക്കാനുമാണ് സന്യാസം സ്വീകരിക്കുന്നത്. സന്യാസ ദീക്ഷയ്ക്ക് ശേഷം സദ്ഗുരു സാന്നിധ്യ എന്ന പുസ്തക പ്രകാശനം നടന്നു. ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ E ശ്രീധരൻ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. പ്രസാദ വിതരണത്തിന് ശേഷം ഭക്തിഭോജനവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഗുരുപൂർണിമയുടെ ഭാഗമായി 7 ദിവസം നീണ്ടുനിൽക്കുന്ന അധിവാസീയ ശിബിരം ഓഗസ്റ്റ് 1 മുതൽ 8 വരെ നടക്കും. ഊരകം കൊറ്റംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും തിരുവോണ പൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തിരുവോണ പൂജയുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് മഹാഭഗവത് സേവയും ചുറ്റുവിളക്ക് നിറമാല സമർപ്പണവും നടന്നു. ഊരകം ദേവസ്വം ഓഫീസർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരാഴ്ചയായി നടക്കുന്ന രാമായണ പാരായണത്തിൽ ഇന്ന് ശ്രീ ആര്യ ബ്രഹ്മണീയമ്മ ഊരകം പാരായണം നടത്തി. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ KCYMന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. 32ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചേറൂർ ക്രൈസ്റ്റ് വില്ല പുവർ ഹോമിലെ ഫാദർ സാജൻ വടക്കൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പള്ളി വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ അധ്യക്ഷനായി. പഴുവിൽ ഫൊറോന KCYM ഡയറക്ടർ ഫാദർ ജിൻഡോ പെരേപ്പാടൻ, KCYM ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് ലോജിൻ ജോസഫ്, കൺവീനർ ഷാരോൺ ബിജു എന്നിവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ, സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ എന്നിവ ഉൾപ്പെടെ 32ഓളം ടീമുകൾ ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്തു. പള്ളിനട FC ആലപ്പാട് 5000 രൂപയും ട്രോഫിയും അടങ്ങിയ ഒന്നാം സമ്മാനത്തിന് അർഹരായി. 3000 രൂപയും ട്രോഫിയും ഉൾപ്പെട്ട റണ്ണേഴ്സ് അപ്പായി പള്ളിയങ്ങാടി പഴുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ഷൂട്ടറായി നിതിൻ, ബെസ്റ്റ് കീപ്പറായി അലൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃപ്രയാറിൽ അപൂർവ ഇനം മരപ്പട്ടിയെ പിടികൂടി. ആൽബിനോ എന്ന അപൂർവ ഇനത്തിലുള്ള മരപ്പട്ടിയെയാണ് പിടികൂടിയത്. കറുപ്പും വെളുപ്പും നിറമുള്ള മരപ്പട്ടിയാണ് ഫോറസ്റ്റ് അധികൃതർ പിടികൂടിയത്. തൃപ്രയാർ സെന്ററിൽ വൈമാളിന് എതിർഭാഗത്ത് രാവിലെ മുതൽ കടകൾക്കിടയിലൂടെ ഓടി നടക്കുകയായിരുന്നു മരപ്പട്ടി. പിന്നീട് കെട്ടിടത്തിലെ AC-ക്ക് മുകളിൽ മരപ്പട്ടി കയറി. ഇതിനിടെ സംഭവം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്നേക് വാച്ചറായ ടൈറ്റസ് സ്ഥലത്തെത്തി മരപ്പട്ടിയെ പിടികൂടി. പിടികൂടിയ മരപ്പട്ടിയെ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, മെമ്പർമാരായ സിന്ധു സിദ്ധപ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. മുംബൈയിൽ നടക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് നാഷണൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തൃശൂർ അതിരൂപത പ്രതിനിധികൾക്ക് യാത്രയയപ്പ് നൽകി. അതിരൂപതയിൽ നിന്ന് 7 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.
ഈ മാസം 31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ മുംബൈയിലാണ് കാത്തോലിക്ക കോൺഗ്രസ് നാഷണൽ സമ്മേളനം നടക്കുന്നത്. തൃശൂർ അതിരൂപത പ്രതിനിധികളായി ഡോക്ടർ KM ഫ്രാൻസിസ്, ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, KC ഡേവിസ്, റോണി അഗസ്റ്റിൻ, ലീല വോഗീസ്, ആൻഡോ തൊറയൻ, മേഴ്സി ജോയ് എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രയയപ്പ് നൽകിയത്. കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു. അഹമ്മദാബാദ് മൊണാർക്ക് ആയുർവേദ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ശ്രീകാന്ത് വൈദ്യനാഥ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെൻട്രൽ സഹോദയ എക്സിക്യൂട്ടീവ് അംഗവും വ്യാസ വിദ്യാനികേതൻ പ്രിൻസിപ്പലുമായ PG ദിലീപ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെൻട്രൽ സഹോദയ എക്സിക്യൂട്ടീവ് അംഗവും നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ KR വിജയലക്ഷ്മി, സ്കൂൾ മാനേജർ C രാഗേഷ് എന്നിവർ സംസാരിച്ചു. യോഗ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ 2ാം സ്ഥാനവും ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി PN ഗോപകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ആളൂരിൽ വയനാടൻ ബിരിയാണി കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ അടിപിടി. പിന്നീട് ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ച യുവാവിന്റെ ചിത്രം പോലീസ് പ്രചരിപ്പിച്ചതായി പരാതി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച 3:30-യോടെയാണ് സംഭവം. ആളൂർ കനാൽപാലം സ്വദേശി അരയാമ്പിള്ളി വീട്ടിൽ സനീഷ്, പോട്ട വാഴക്കുന്ന് സ്വദേശി മേലാപുരം വീട്ടിൽ ബെഞ്ചമിൻ എന്നിവരാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഫുഡ് ഡെലിവറി ബോയ്സുമായി അടിപിടിയുണ്ടാക്കിയത്. അടിപിടി കണ്ടവർ പോലീസിനെ വിവരമറിയിച്ചു. ഇതിനിടെ ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതികൾ ആളൂർ പോട്ട വിശ്വനാഥപുരം റോഡിന് സമീപം കാനയിൽ അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ സനീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബെഞ്ചമിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച മകന്റെ ചിത്രം ആളൂർ പോലീസ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന ആരോപണവുമായി വീട്ടമ്മ രംഗത്തെത്തിയത്. മകനെ ആശുപത്രിയിൽ തടഞ്ഞുവെച്ച പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച ആളൂർ സ്വദേശിനി വാഴക്കൻ വീട്ടിൽ സരിത ജോയ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. ഇവനെ അറിയുമോ എന്ന അടിക്കുറിപ്പോടെ മകന്റെ ചിത്രം വാട്സാപ്പ് വഴി ആളൂർ പോലീസ് പ്രചരിപ്പിച്ചതായാണ് പരാതി. സംഭവം തനിക്കും മകനും മാനസിക വിഷമം ഉണ്ടാക്കിയെന്ന് വീട്ടമ്മ പറഞ്ഞു. പോലീസുകാർ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ MDMA യൂസ് ചെയ്യണില്ലേ, നീ മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നീ കഞ്ചാവൊക്കെ വലിക്കുന്നത് കൊണ്ടാണ് നീ ഇത്ര മെലിഞ്ഞിരിക്കണതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് അവർ ഭയങ്കരമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചാർജ് ചെയ്ത് ഇടാനായിട്ട് ഏതെങ്കിലും കേസ് ചാർജ് ചെയ്യാൻ പറ്റും, അത് നീ മറക്കണ്ട, അങ്ങനെയൊക്കെയാണ് അവൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇതാക്കിയാണ്. ഇവൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഒരു രാത്രി ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവൻ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്, എന്തേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം, അവൻ്റെ ഫോട്ടോ കറങ്ങി നടക്കണ്ടല്ലോ എന്ന്. ഇവനെ പോലീസുകാർ ഫോട്ടോ എടുത്തേക്കാണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ഫോട്ടോ അവർ പലർക്കും കൊടുത്തേക്കുക, ഈ ആളെ അറിയുമോ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട്. ഞങ്ങളുടെ അവിടെ മൊത്തം ഓട്ടോറിക്ഷക്കാരനാണ് എനിക്ക് തന്നെ. എൻ്റെ ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. കാരണം ഞാനൊരിക്കലും എൻ്റെ മോനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കുറ്റവാളീനെ പോലെ. അവരെന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോൺ അവർ മേടിച്ച് വെച്ചു. എൻ്റെ ഫോൺ ചെക്ക് ചെയ്യലായിരുന്നു. പിന്നെ എൻ്റെ മെസ്സേജുകൾ, ഗാലറി ഇതൊക്കെ ചെക്ക് ചെയ്യലായിരുന്നു. പിന്നെ ഇവരെന്നെ അടുത്ത് ചോദിച്ചു, നീ എന്ന് ഇത്ര മെലിഞ്ഞിരിക്കണേ, നീ MDMA അടിക്കല്ലേ, കഞ്ചാവ് അടിക്കല്ലേ, നിൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കണ്ടല്ലോ, കണ്ടറിയാമെന്ന് പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞപ്പോഴും ഇവർ തന്നെ പറയണേ, നിന്നെ കണ്ടറിയാമെന്നാണ്. ഇവരെൻ്റെ അടുത്ത് നീ ഈ കൂട്ടത്തിലുള്ള എൻ്റെ അല്ലെന്നാ ചോദിച്ചുകൊണ്ടിരിക്കണേ എപ്പോഴും. അവർക്ക് ഞാൻ കൂട്ടത്തിലാവണം, അങ്ങനെയായിരുന്ന അവരുടെ മൈൻഡ്. അപകടസ്ഥലത്ത് ആംബുലൻസ് ഡ്രൈവർ അഭ്യർത്ഥിച്ചതിനാലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തന്റെ മകൻ സഹായിച്ചത്. അതേസമയം ബിരിയാണി കടയിലെ അടിപിടി 3 പേർ ഉണ്ടായിരുന്നതായി പറയുന്നു. സംഘത്തിലെ 3ാമനാണെന്ന സംശയത്തിലാണ് പോലീസ് ഇയാളെ പരിശോധിച്ചത്. 3ാമത്തെയാൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത്. എന്നാൽ കടയിൽ ആക്രമണം നടത്തിയവരിൽ യുവാവ് ഉൾപ്പെട്ടിരുന്നോ എന്നതടക്കം അറിയാനാണ് ആശുപത്രിയിൽ വെച്ച് ഇയാളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ യുവാവിന്റെ ചിത്രം പകർത്തി പോലീസ് പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, ആളൂർ SHO KV ഹരിക്കുട്ടൻ എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു. അതിന് ആ പയസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ് പോലീസിനെതിരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കൃത്യമായിട്ട് ഈ കേസിൻ്റെ വിവരങ്ങൾ ഈ പയ്യൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ട്
ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് അവനെ ഇതിൽ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റ് ന്യൂസോ അല്ലെങ്കിൽ ന്യൂസ് ഞാൻ കണ്ടില്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ പോലെ ട്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തബാധിതർക്കുള്ള മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമായിരുന്നു സാമ്പത്തിക സഹായം. കരുതലിന്റെ കരങ്ങൾ എന്ന പേരിൽ തൃശൂർ കലക്ട്രേറ്റ് സെമിനാർ ഹാളിലാണ് സാമ്പത്തിക സഹായ വിതരണം സംഘടിപ്പിച്ചത്. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ ദുരിതബാധിതർക്കുള്ള ചെക്കുകളുടെ വിതരണം നിർവഹിച്ചു. ദുരന്തത്തിന്റെ മാനസികാഘാതത്തെ അതിജീവിക്കുന്നവർക്ക് കരുത്തു ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നതായി ജില്ലാ കലക്ടർ പറഞ്ഞു. ദുരിതത്തിൽപ്പെടുന്നവരെ ചേർത്ത് പിടിക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് അധ്യക്ഷനായ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് CMD VP നന്ദകുമാർ പറഞ്ഞു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കോ പ്രൊമോട്ടർ സുഷമ നന്ദകുമാർ, ഡെപ്യൂട്ടി കലക്ടർ KS നസിയ, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഗവർണർ സുരേഷ് വാര്യർ, വൈസ്മെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ MD ഇഗ്നേഷ്യസ്, പാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സജു ആന്റണി പാത്താടൻ, മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സീനിയർ PROയും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ KM അഷ്റഫ്, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത അഷിഖ് എന്നിവർ സംസാരിച്ചു. വരവൂരിൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ചൂരൽ മർദ്ദനം. പേനയുടെ മൂടി എടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു അധ്യാപകന്റെ ക്രൂരത. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അധ്യാപകന്റെ ക്രൂരമായ ചൂരൽ മർദ്ദനത്തിന് ഇരയായത്. അധ്യാപകൻ വിദ്യാർത്ഥിയെ ചൂരൽ കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി സ്വദേശി മണികണ്ഠൻ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥിയെ ചൂരൽ ഉപയോഗിച്ച് മർദ്ദിച്ചത്. വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് പതിവായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതെന്നാണ് അറിയുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്കൂളിൽ പ്രതിഷേധവുമായി എത്തി. മറ്റൊരു കുട്ടിക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു പ്രതികരിച്ചത്. CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, വരവൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ NS സജീഷ്, PK യശോദ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. അതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. കുന്നംകുളം പഴഞ്ഞി ചിറക്കലിൽ മധ്യവയസ്കന് യുവാവിന്റെ ക്രൂരമർദ്ദനം. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനാണ് മർദ്ദനമേറ്റത്. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ചിറക്കൽ സ്വദേശിയായ വിബീഷ് എന്ന യുവാവ് വനജനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിന്നതായി പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ചിറക്കൽ സെന്ററിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. വനജന്റെ തലയ്ക്കടക്കം ക്രൂരമായാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വനജനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ കുന്നംകുളം പോലീസ് അന്വേഷണം ശക്തമാക്കി. മാധ്യമപ്രവർത്തകൻ തൃക്കൂർ സ്വദേശി കടമ്പോടൻ വീട്ടിൽ KM ഗോപാലൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഒല്ലൂർ പ്രസ് ക്ലബ്ബ് അംഗവും മംഗളം ഒല്ലൂർ ലേഖകനുമായിരുന്നു. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടത്തി. ഷീലയാണ് ഭാര്യ. അരുൺ, അജു, സഞ്ജു എന്നിവർ മക്കളും ശില്പ മരുമകളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡ് ആഗസ്റ്റ് 15-ന് പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ആഗസ്റ്റ് 11 വരെ ഇതുവഴി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പനംകുളം DMLP സ്കൂളിൽ സാരംഗി എന്ന പേരിൽ സ്കൂൾ തല ബാലകലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായിട്ടാണ് സാരംഗി ഒരുക്കിയത്. നാരായണാശ്രമ തപോവനത്തിൽ പരമപാവന ദിനമായ ഗുരുപൂർണിമ ഭക്തി നിർഭരമായി ആചരിച്ചു.
പ്രത്യക്ഷപാത പൂജയോടെയാണ് ഗുരുപൂർണിമ ആചരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.